Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് അർദ്ധരാത്രി 1 മണിക്കാണ്. 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഓൾ ചാപ്റ്റർ ലൈവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മാർച്ച് 8-ാം തീയതി നടക്കുന്ന നമ്മുടെ മെഗാ മാരത്തണിൽ നമ്മൾ മാക്സിമം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് മുഴുവൻ ഡിസ്കോഴ്സുകളും ഗ്രാമറും റിവൈസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും തറവായിട്ട് അറിയണം. അതിനാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ ലൈവുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ചോദ്യത്തിന് ഓരോ മാർക്ക് വീതം എത്ര പേജ് എഴുതണം എന്നുള്ളത്. നോക്കൂ, ഇത് വളരെ സബ്ജക്റ്റീവായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിയമപരമായ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അതായത് ഇത് പല സബ്ജക്റ്റീവായ കാര്യത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സൈസാണ്, നിങ്ങളുടെ ഫോൺ സൈസാണ്. ഇപ്പം നമ്മൾ 2 പേജ് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ വലിയ കൈയക്ഷരത്തിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എഴുതേണ്ടി വരും. ഇനി നിങ്ങൾ വളരെ ചെറിയ കൈയക്ഷരത്തിൽ ഫോൺ സൈസിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഇതെവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. 2 ഇപ്പൊ 2 പേര്, ഒരാൾ ഒരു പേജ് മുഴുവൻ എഴുതുന്നു, മറ്റൊരാളും ഒരു പേജ് മുഴുവൻ എഴുതുന്നു. 2 പേർക്കും ഒരേ മാർക്ക് ഒരു പേജ് മുഴുവൻ എഴുതിയത് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതിലെ കോണ്ടന്റ് എത്രത്തോളം സ്ട്രോങ് ആണ്, പറയേണ്ട കാര്യങ്ങൾ തന്നെയാണോ പറഞ്ഞത്, നിങ്ങൾ ഐഡിയാസിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഇത്തരം സബ്ജക്റ്റീവായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറ്റി നിർത്തി നമ്മുടെ ഒരു ജനറൽ സിനാരിയോയിലാണ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കായി വളരെ കൃത്യമായ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരും. ആൻഡ് ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഞാൻ ടീച്ചേഴ്സിന്, അതായത് വാല്യൂഷൻ ക്യാമ്പിൽ വാല്യൂഷൻ ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരോടും കൂടെ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഫൈനലൈസ് ചെയ്യുന്നത്. എസ്പെഷ്യലി എനിക്ക് ഈ വീഡിയോയിൽ ഒരുപാട് ഇൻപുട്സ് തന്ന ഒരു അധ്യാപകൻ, എന്താ പറയുക, തിരുവള്ളൂർ എന്ന് പറഞ്ഞാൽ വടകര തിരുവള്ളൂർ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പേര് സലീം സാർ എന്നാണ്. ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നിന്നുള്ള ഇൻപുട്ട് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ പ്രിപ്പയർ ആയിട്ടുള്ളത്. നോക്കൂ, നമുക്ക് ആദ്യം അപ്രിസിയേഷനിലേക്ക് പോവാം. അപ്രിസിയേഷൻ 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം എഴുതാൻ പോകുന്ന വലിയ ചോദ്യങ്ങളിൽ ഒന്ന് അപ്രിസിയേഷൻ ആയിരിക്കും. 5 മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ തന്നെ അതൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുന്നു, എന്നിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുന്നു, ദെൻ നമ്മൾ തന്നിരിക്കുന്ന ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇലാബറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പോയറ്റിക് ഡിവൈസുകൾ എഴുതുന്നു. സോ പോയറ്റിക് ഡിവൈസുകൾ എഴുതി പ്രോപ്പറായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. സോ അപ്രിസിയേഷൻ 5 മാർക്കിന്റെ അപ്രിസിയേഷൻ ഇതിന് നമ്മൾ ഒരു സൈഡ് എന്നാണ് പറയാം. ഓക്കെ, ഇതൊരു സൈഡാണ്. 2 സൈഡുകൾ ചേരുമ്പോഴേ ഒരു പേജ് ആവുള്ളൂ, അപ്പുറം ഇപ്പുറം ചേരുമ്പോഴേ ഒരു പേജ് ആവുള്ളൂ. സോ ഒരു അപ്രിസിയേഷൻ മാക്സിമം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 1.5 സൈഡാണ്. അത് മാക്സിമം ആണ്. നിങ്ങളുടെ കൈയെഴുത്ത് അത്യാവശ്യം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു സൈഡ് എന്തായാലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക, കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കുക. അല്ലാതെ ഒരു രണ്ട് സൈഡ് ഒരു ഫുൾ പേജ് എഴുതാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കോണ്ടന്റ് ആയിരിക്കും, പക്ഷേ ബാക്കിയുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾ കൃത്യമായി ടൈം മാനേജ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ എക്സാമിനെ വല്ലാതെ ബാധിക്കും. നിങ്ങൾ എത്ര കോണ്ടന്റ് പഠിച്ചു പോയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അതേ ലോജിക്കാണ് പോയം കമ്പാരിസൺ. അതായത് അപ്രിസിയേഷൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പലരും അത് എഴുതാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിലും ഇതേ ക്വാണ്ടിറ്റി തന്നെയാണ്. ക്വാളിറ്റി ഓൾവേസ് മാറ്റേഴ്സ്, പക്ഷെ ഇതേ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമ്മളൊരു റൈറ്റപ്പ് അല്ലെങ്കിൽ റിവ്യൂ, 7 മാർക്കിന്റെ വലിയ ചോദ്യങ്ങൾ, റൈറ്റപ്പ്, റിവ്യൂ, സ്പീച്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും 2 സൈഡ് ഒരു ഫുൾ പേജ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 7 മാർക്കിന്റെ ചോദ്യമാണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഒരു ഫുൾ പേജ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളത് എഴുതുന്നു, എന്നിട്ട് എന്ത് ചെയ്യുക, 3ാമത്തെ സൈഡിലേക്ക് കൂടെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നത് 7 മാർക്കിന് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്കറിയാം, ഒരു സൈഡിൽ അല്ലെ, ഒരു പുറത്ത് നിങ്ങൾക്ക് 25 ലൈൻസ് ഉണ്ടാവും. നിങ്ങൾ ലൈൻസ് ഒന്നും തന്നെ എഴുതണ്ട. അപ്പോൾ ഏകദേശം ഒരു 150 വേർഡ്സ് ആണ് 7 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സൈഡ് 1.5 പേജ് അല്ലെ, ഇതാണ് ഒരു പേജ്. 1.5 പേജ് മാക്സിമം എഴുതിയാൽ മതി. നിങ്ങളുടെ കോണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 7 മാർക്ക് വീഴും. അതിലും ഒരു ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇതിനങ്ങനെ ഭയങ്കര വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ടൊന്നും ഇതിന് ഡിവൈഡ് ചെയ്തിട്ടില്ല. ദെൻ സെയിം പരിപാടിയാണ് സ്പീച്ചിന്, സെയിം പ്രോസസ്സാണ് സ്പീച്ചിന്. 7 മാർക്കിന്റെ ചോദ്യമാണ്. സോ 3 സൈഡാണ് മാക്സിമം. ഇതൊന്നും മിനിമം അല്ല, ഇതൊക്കെ മാക്സിമം ആണ്. ഇനി അവിടെ നിന്ന് ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും വീണ്ടും ഒരു പ്രശ്നവും ഇല്ല. ദെൻ
സ്ക്രിപ്റ്റ് ഓഫ് എ പോഡ്കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് 7 മാർക്കിന് നമുക്ക് തന്നിരിക്കുന്ന 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെറ്റുകളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന്റെ സ്ക്രിപ്റ്റ് ഓഫ് എ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്. അത് 7 മാർക്കിനാണ്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോഡ്കാസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു നറേഷൻ എഴുതുന്നത് പോലെ ഒരു ഫസ്റ്റ് പേഴ്സൺ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പോഡ്കാസ്റ്റ് എഴുതുക. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സെയിം പരിപാടി, അതായത് 3 സൈഡ് അല്ലെങ്കിൽ 2.5 സൈഡ് മുതൽ 3 സൈഡ് വരെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ കൈയക്ഷരമുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്കറിയാലോ, അവരുടെ 3 സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 2.5 സൈഡോ 2 സൈഡോ ആയിരിക്കാം. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങളുടെ കോണ്ടന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഇനി 6 മാർക്കിന് നറേഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാരഗ്രാഫ് 4 മാർക്കിനും ചോദിക്കാറുണ്ട്, 6 മാർക്കിനും ചോദിക്കാറുണ്ട്. സോ നറേഷൻ അല്ലെങ്കിൽ പാരഗ്രാഫ് 6 മാർക്കിനാണെങ്കിൽ നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മാക്സിമം ഒരു 2 സൈഡ്, ഒരു ഫുൾ പേജ് മാക്സിമം. അത് നിങ്ങളുടെ കോണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങളൊക്കെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടാൻ നിൽക്കേണ്ട, ഒരു 1.25 സൈഡിലൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ക്യാരക്ടർ സ്കെച്ചിലേക്ക് വരുമ്പോൾ പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരം, 6 മാർക്കിനാണ് ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾ ഇവിടെ ടൈറ്റിലേക്ക് കൊടുക്കുന്നു, ഹെഡിങ് കൊടുക്കുന്നു, ക്യാരക്ടറിന്റെ പേര് കൊടുക്കുന്നു. 6 മാർക്കിനാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സൈഡിൽ എഴുതി അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ കോണ്ടന്റ് സ്ട്രോങ് ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഒരു സൈഡിൽ എഴുതി അവസാനിപ്പിക്കരുത്. നിങ്ങളൊരു 1.5 സൈഡ് മുതൽ മാക്സിമം ഒരു 2 സൈഡ് വരെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 1.5 സൈഡ് മുതൽ മാക്സിമം ഒരു 2 സൈഡ് വരെ. 1.5 സൈഡ് മതി, പക്ഷെ ഒരു സൈഡിൽ എന്ത് ചെയ്യരുത്, ഒതുക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ആൻഡ് ലെറ്റർ, ന്യൂസ് റിപ്പോർട്ട്, ഈ ചോദ്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആക്കാനുള്ള കാരണം ഇതൊക്കെ ഫോർമാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റർ ആയാലും ന്യൂസ് റിപ്പോർട്ട് ആയാലും ഇതൊക്കെ ഫോർമാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിന്റെ ഫോർമാറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സോ ലെറ്ററും ന്യൂസ് റിപ്പോർട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുക, അത് ബോക്സിൽ എഴുതി കഴിഞ്ഞിട്ട് ബോക്സ് ആക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സോ നിങ്ങൾ ബോക്സ് ആക്കി, ലെറ്റർ ആണെങ്കിലും ന്യൂസ് റിപ്പോർട്ട് ആണെങ്കിലും അതിന്റെ ഫോർമാറ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അല്ലേ, ഫോർ എക്സാമ്പിൾ ഒരു ലെറ്ററൊക്കെ ആണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോർമാറ്റ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് കവർ ചെയ്ത് കിട്ടും. നിങ്ങളുടെ പേജ് എണ്ണം തികയ്ക്കുക എന്നൊരു അത്യാഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്പേസ് എന്ത് ചെയ്യും, കവർ ചെയ്ത് കിട്ടും. അപ്പൊ ന്യൂസ് പേപ്പറും പിന്നെ ലെറ്ററും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 2 സൈഡ് പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ ഫോർമാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു 1.5 സൈഡൊക്കെ എഴുതിയാൽ ധാരാളമാണ്. ഫോർമാറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ധാരാളമാണ് 1.5 സൈഡ്. കാരണം ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് വീഴുന്നുണ്ട്. ആൻഡ് അടുത്തത് 6 മാർക്കിന്റെ ചോദ്യമാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഇവിടെ നിങ്ങൾ 6 മാർക്ക് ആയതുകൊണ്ട് 2 സൈഡ് എഴുതണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം ബയോഗ്രഫിക്കൽ സ്കെച്ചിൽ നിങ്ങൾക്ക് മാർക്ക് വീഴുന്നത് നിങ്ങൾ എത്ര പേജ് എത്ര സൈഡ് എഴുതി എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്ന ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് എഴുതാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. അതിന് നിങ്ങൾക്ക് 6 മാർക്ക് വീഴും. അവിടെ നിങ്ങൾ പേജിന്റെ എണ്ണം നിൽക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾക്ക് തരുന്ന ബയോഗ്രഫിക്കൽ സ്കെച്ച് ഒരു 1.25 സൈഡിലൊക്കെ മാക്സിമം തീരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ 6 മാർക്ക് ആയതുകൊണ്ട് 1.5 സൈഡ് 2 സൈഡ് എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട. ലോജിക്കലി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നെയാണ്. ദെൻ ഇവന്റ് ഇൻവിറ്റേഷൻ, 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഇവന്റ് ഇൻവിറ്റേഷൻ ചോദിക്കുക. ഇവന്റ് ഇൻവിറ്റേഷൻ വീണ്ടും അതൊരു ഫോർമാറ്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അതിന്റെ ഫോർമാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇവന്റ് ഇൻവിറ്റേഷൻ നിങ്ങൾ അങ്ങനെ ഫോർമാറ്റ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3/4 പേജിൽ, ഒരു പേജ് മുഴുവൻ എഴുതുക പോലും വേണ്ട, 3/4 പേജിൽ നിങ്ങൾക്ക് ഇവന്റ് ഇൻവിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 4 മാർക്കിന് പാരഗ്രാഫ് 6നും 4നും ചോദിക്കാറുണ്ട്. സോ 4 മാർക്കിനാണ് പാരഗ്രാഫ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 3/4, 3/4 പേജ് മുതൽ 1 പേജ് വരെ, അതിൽ കൂടുതൽ എഴുതരുത്. 3/4 പേജ് ഈസ് ഗുഡ് ഇനഫ്. ആൻഡ് 1 പേജ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അതിൽ കൂടുതൽ വേണ്ട. ഡൺ. ഇനി നമ്മൾ പ്രൊമോഷണൽ ടാഗ് ലൈൻസിലേക്ക് വരിക. വളരെ ശ്രദ്ധിക്കുക, ചില ചോദ്യങ്ങളിൽ പേജുകളല്ല മാർക്ക് ചെയ്യുന്നത്, മാറ്റർ ചെയ്യുന്നത്. ചില ചോദ്യങ്ങൾ നിങ്ങൾ ആ സെന്റൻസ് പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് മിക്കവാറും 2 പ്രൊമോഷണൽ ടാഗ് ലൈൻ എഴുതാനായിരിക്കും പറയുന്നുണ്ടാവുക. സോ ഒരു പ്രൊമോഷണൽ ടാഗ് ലൈൻ എഴുതാൻ നിങ്ങൾക്ക് മാക്സിമം 4 വരി മതി. 2 പ്രൊമോഷണൽ ടാഗ് ലൈൻ എഴുതുമ്പോൾ ഇത്ര സ്പേസേ വരുള്ളൂ. ഒരു സൈഡിന്റെ പകുതി പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടി വരില്ല, പക്ഷെ അത് മതി. നിങ്ങളുടെ പ്രൊമോഷണൽ ടാഗ് ലൈൻ ഓക്കെ ആണെങ്കിൽ, കൺവിൻസിങ് ആണെങ്കിൽ 4 മാർക്ക് അവിടെ വീഴും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേജ് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വീണ്ടും
അഗെയിൻ അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, 2 അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എഴുതാനായിരിക്കും പറയുക. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു അര പേജിൽ നിങ്ങൾക്ക് 2 അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എഴുതാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾ പേജ് നോക്കണ്ട. ദെൻ നമ്മളൊരു ഡയറി എൻട്രിയിലേക്ക് വരികയാണ്. 4 മാർക്കിനോ 5 മാർക്കിനോ ഡയറി ചോദിക്കാം. സോ അതും ഒരു ഫോർമാറ്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. കൃത്യമായി നിങ്ങൾ ടേബിളിൽ എഴുതുക. ആൻഡ് 4 മാർക്കിനോ 5 മാർക്കിനോ ഡയറി ചോദിക്കുകയാണെങ്കിൽ ഒരു 3/4 സൈഡ് 3/4 മാക്സിമം എന്ത് ചെയ്യുക, ഒരു സൈഡ് എന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ കൂടുതൽ പോരുത്. ഓക്കെ. സോ ഇനി ഒരു കാര്യം ഞാൻ വീണ്ടും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പറയുന്ന മുഴുവൻ ഡിസ്കോഴ്സുകളും എങ്ങനെ എഴുതണം, വരാൻ സാധ്യതയുള്ള ഡിസ്കോഴ്സുകൾ ഏതൊക്കെയാണ്, നമുക്ക് പഠിച്ചു വെക്കേണ്ട കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മുഴുവൻ വളരെ സിസ്റ്റമാറ്റിക് ആയി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുക. മാർച്ച് 8-ാം തീയതി രാവിലെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്നും തന്നെ പറയണം, ഞാൻ അർദ്ധരാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് എന്ത് ചെയ്യുക, വൈകുന്നേരം 7 മണിക്കാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7:30-ക്കല്ല, കാരണം നമുക്ക് നേരത്തെ ഒരു 10-11 മണിക്കുള്ളിൽ എന്തായാലും അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ 7 മണിക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ആ ലൈവിൽ നിങ്ങൾ വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് സമയം രാത്രി 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.